നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ ക്വസ്റ്റ്യനിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാവുന്ന പോലെ ഡയറക്ഷൻ ആണ് ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പലതരം റൂളുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ഫാദർ മദർ ചൈൽഡ്, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ കറൻറ്റ്, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ റൂൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് IJK എഴുതി ക്രോസ് ചെയ്യാം. ഞാൻ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റിൽ ഡയറക്ഷൻ കാണിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് എഴുതിയാണ് കാണിക്കുന്നത്. ജസ്റ്റ് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് B0 K ക്യാപ്പ് ആണ്, J ക്യാപ്പ് അല്ല, K ക്യാപ്പ്. B0 K ക്യാപ്പ് എന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതായത് ഈ കാണിച്ചിരിക്കുന്ന പ്രകാരം ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇങ്ങനെ ഇട്ടാൽ ഡോട്ട് ഇട്ടാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, മുകളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഒരു വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വയർ വെച്ചിരിക്കുന്നത് സെമി സർക്കുലാർ പാത്താണ് ഇവിടെ ഉള്ളത്. ഇത് സെമി സർക്കുലാർ ആണ് വയർ. പിന്നെ ഇത് ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയറാണ്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ലോങ് സ്ട്രെയിറ്റ് വയറുകൾ കാരണം കിട്ടുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡിൽ ഈ വയറിൽ കൂടെ കറണ്ട് പോകുന്നത് കാരണം കിട്ടുന്ന ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ വയറിന് ഇങ്ങോട്ട് ഫോഴ്സ് കിട്ടുമ്പോൾ ഈ വയറിന് അങ്ങോട്ട് ഫോഴ്സ് കിട്ടുന്നത് ക്യാൻസൽ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വയറിൻ്റെ പോഷൻ കാരണമുള്ള ഫോഴ്സ് ഇല്ല. അതൊന്നുകൂടി ക്ലാരിറ്റി തരാം, ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ആ വയർ കിടക്കുന്നത് J ഡയറക്ഷനിലാണ്, വയർ J ഡയറക്ഷനിലാണ്. ഫോഴ്സ്, വയർ കാരണമുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = I × L × B ആണ്. അപ്പോൾ ഇവിടെ IJK ക്രോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. L J ഡയറക്ഷനിലാണ്. അപ്പം J ക്യാപ്പ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് K ക്യാപ്പിലാണ്. അപ്പോൾ നമുക്കിവിടെ ക്രോസ് ചെയ്യേണ്ടത് J ക്രോസ് K ആണ്. J ക്രോസ് K, ഇതാ J ക്രോസ് K ചെയ്താൽ -I ആണ് കിട്ടുക, +I ആണ് കിട്ടുക. J ക്രോസ് K +I ആണ്. അപ്പോൾ ഈ വയറിന് കിട്ടുന്ന ഫോഴ്സ് അങ്ങോട്ടാണ്, L × B ആണ് ചെയ്തത്. L Jയിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് Kയിലാണ്. സോ J ക്രോസ് K ദാറ്റ് ഈസ് +I. ഇയാൾക്ക് അങ്ങോട്ടാണ് ഫോഴ്സ് കിട്ടുന്നത്. എന്നാൽ ഇയാളെ കാര്യം നോക്കൂ, അയാൾ -Jയിലാണ്. അപ്പോൾ L -J ആണ്, -J. മാഗ്നറ്റിക് ഫീൽഡ് K തന്നെയാണ് മുകളിലോട്ട്. അപ്പോൾ -J ക്രോസ് K -I ആണ്. J ക്രോസ് K I ആണ്, -J ക്രോസ് K -I ആണ്. അപ്പോൾ ഇയാൾക്ക് ഐക്കും ഇയാൾക്ക് -I ഫോഴ്സ് കിട്ടിയത്. സോ ദേ ആർ ക്യാൻസലിങ് ഈച്ച് അതർ. അപ്പോൾ ഇത്രയും പോർഷൻ ക്യാൻസൽ ചെയ്തു. ഇനി ഈ സെമി സർക്കുലാർ ഭാഗം കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ടാകൂ. സെമി സർക്കുലാർ ഭാഗം കൊണ്ടുള്ള ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ഭയങ്കര ഈസിയാണ്. അത് ആ സെമി സർക്കിളിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് എടുത്താൽ മതി. നോക്കിയാ, ഇതാണ് സെമി സർക്കിൾ. അതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് അങ്ങോട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താ? F = ILB തന്നെയാണ്. പക്ഷേ ആ ILBയിലെ L എഫക്റ്റീവ് ആണ് × B. ഇവിടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ 6 ആണ്, അവിടുന്ന് അങ്ങോട്ടും 6 ആണ്. അപ്പോൾ ആൻസർ വരിക I ഉണ്ടാവും, പിന്നൊരു 2R ഉണ്ടാവും, പിന്നൊരു B ഉണ്ടാവും. അങ്ങനെയാണ് ആൻസർ വരിക. I × 2R × B എന്നാണ് ആൻസർ വരിക. വളരെ ചെറുതായി പോയത് ഞാൻ വലുതാക്കി എഴുതാം. I × ഫോഴ്സ് എന്ന് പറയുന്നത് I × 2R × B. I സ്മോൾ I ആണ് അല്ലേ? അപ്പോൾ ഒന്ന് സ്ട്രക്ചറൊക്കെ എഴുതിയാൽ 2IBR. 2IBR ആണ് ആൻസർ. പക്ഷെ അതിൻ്റെ യൂണിറ്റ് വെക്ടറോട് കണ്ടുപിടിക്കണം. ഫോഴ്സ് 2IBR ആണ്. അതും ക്രോസ് ചെയ്ത് തന്നെ വളരെ എളുപ്പം കണ്ടുപിടിക്കാം. ക്രോസിങ് വഴി വളരെ എളുപ്പം കണ്ടുപിടിക്കാം. നോക്കൂ, ഇത് ഇഫക്റ്റീവ് ലെങ്ത്, അത് ഏത് ഡയറക്ഷനില്ല? I ക്യാപ്പ്. അപ്പോൾ L I ക്യാപ്പിൽ, മാഗ്നറ്റിക് ഫീൽഡ് K ക്യാപ്പിൽ. അപ്പോൾ I ക്രോസ് K ആണ്. I ക്രോസ് K -J ആണ്. അപ്പോൾ ആൻസർ -J ആണ് വരിക. -J ഉള്ള ആൻസർ ഇതാണ്, ഓപ്ഷൻ 4. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് L ആരാണ് B ആരാണെന്ന് നോക്കിയിട്ട് ഈ ഐഡിയ പ്രകാരം ക്രോസ് ചെയ്തിട്ട് ഡയറക്ഷൻ ഈസിയായി മനസ്സിലാക്കാം. അങ്ങനെ ഡയറക്ഷൻ മനസ്സിലാക്കുകയും ഈ ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്താൽ 2IBR കിട്ടും. -J ക്യാപ്പ് ആണെന്ന് മനസ്സിലാവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4.